റിപ്പബ്ലിക് ഡേയോടനുബന്ധിച്ചിട്ട് ബിഗ് സേവിംഗ് ഡേയ്സ് ഫ്ലിപ്കാർട്ടിൽ നാളെ മുതൽ അതായത് ജനുവരി 15 മുതൽ 20 വരെ നടക്കാൻ പോവാണ്. എന്നാൽ നിങ്ങളൊരു പ്ലസ് മെമ്പർ ആണെങ്കിൽ ഏർലി ആക്സസ് കിട്ടും ഒരു ദിവസം മുന്നേ. അതായത് ഇന്ന് മുതൽ ജനുവരി 14 മുതൽ നിങ്ങൾക്ക് ഓഫറിന് അത്യാവശ്യം നല്ല ഓഫറിന് സാധനങ്ങൾ വാങ്ങിച്ചു തുടങ്ങാം. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബിഗ് സേവിംഗ് ഡേയ്സിൽ നമുക്ക് വാങ്ങിച്ച വർത്ത് ബൈങ് ആകുന്ന കുറച്ച് ഇയർബഡുകളുടെ വിശേഷങ്ങളാണ്. ഓൾറെഡി ഇതിനകത്ത് പറയുന്ന പലതും നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് പറയത്തില്ല. എന്നാൽ ഇതിന് മുന്നേ എത്രയായിരുന്നു റേറ്റ്, ഇപ്പോൾ എത്രയാണ് റേറ്റ്, നമുക്ക് വാങ്ങിച്ച വർത്ത് ബൈങ് ആകുക ഇല്ലയോ ആ ഒരു കാശിൻ്റെ കാര്യത്തിൽ എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കൂടുതൽ അങ്ങോട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ പോകുന്നത്. എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് എപ്പോഴും പറയുന്ന പോലെ ബോട്ടിലേക്ക് വരുവാണെങ്കിൽ എയർഡോപ്സ് 131 അവരുടെ ആദ്യത്തെ ഒരു ഹാഫ് ഇൻ ഇയർ TWS ആണ്. 1299 പ്രോഡക്റ്റ് നമുക്കിപ്പോൾ 999 രൂപയ്ക്ക് ലഭ്യമാകുന്നു. കൂടാതെ എയർഡോപ്സ് 100 അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഹാഫ് ഇൻ ഇയർ ഇയർബഡ് ആണ്. അത്യാവശ്യം റേറ്റിംഗ് ഉണ്ട്. നമ്മുടെ ചാനൽ ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുണ്ട്. 1399 രൂപയായിരുന്നു നോർമൽ റേറ്റ്. ഇപ്പോഴും ആ ഒരു റേറ്റ് തന്നെയാണ്. ഞാനും വാങ്ങിച്ച ഈ ഒരു 1399 രൂപ തന്നെ കേട്ടോ. ഇനി അടുത്തത് എയർഡോപ്സ് 402 അവരുടെ ഏറ്റവും പഴയ ഒരു ഇയർബഡ് ആണ്. ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇതിന്റെ ഒക്കെ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. 1999 നോർമൽ റേറ്റ്. എന്നാൽ 1499 പോയിട്ട് കഴിഞ്ഞ ബിഗ് സേവിംഗ് ഡേയ്സിൽ 1599 ആയിരുന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഇത് ലാഭകരമാണ്. 100 രൂപ കൂടി കുറഞ്ഞിട്ടുണ്ട്. കൂടാതെ എയർഡോപ്സ് 381 1999 പ്രോഡക്റ്റ് 1899 കിട്ടുന്നു. എപ്പോഴും പറയുന്ന പോലെ 402 അതുപോലെ തന്നെ 381 എന്നൊക്കെ പറയുന്നത് മ്യൂസിക് കേൾക്കാൻ വേണ്ടിയാണെങ്കിൽ ഓക്കെയാണ്. 381 കുറച്ചുകൂടി മൈക്ക് ക്വാളിറ്റിയും ബെറ്റർ ആണ്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കോളിംഗ് പർപ്പസിനും 381 നല്ലതാണ്. പക്ഷേ ഗെയിമിങ്ങോ അങ്ങനെ ഒന്നും സംഭവം പറ്റത്തില്ല. കാരണം ബീസ് മോഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തന്നെ ഇതിനകത്തൊന്നുമില്ല. കാരണം പഴയ പ്രോഡക്റ്റ് ആണ്. ഇനി എയർഡോപ്സ് 411 ANC അവരുടെ ഏക ഒരു ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഉള്ളൊരു പ്രോഡക്റ്റ് ആണ്. 411 ANC എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ കിട്ടുമ്പോഴത്തേക്ക് 413 ANC എന്ന് പറഞ്ഞിട്ട് ആമസോണിൽ കിട്ടുന്നു. ഇത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. 2499 രൂപയാണ് നോർമൽ റേറ്റ്. 1999 ആണ് പൊതുവേ ആ ഒരു ഓഫർ എന്നുള്ള രീതിക്ക് വരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്കത് 1799 രൂപയ്ക്ക് ലഭ്യമാകുന്നു. സോ അത്യാവശ്യം നല്ല വർത്താണ്. കൂടാതെ എയർഡോപ്സ് 131 Pro 1499 രൂപ കിട്ടുന്ന സാധനം 1199 രൂപയ്ക്ക് ലഭ്യമാകുന്നു. അതുപോലെ തന്നെ എയർഡോപ്സ് 161 എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ആ ഒരു ഡിസൈനിന്റെ കാര്യത്തിലൊക്കെ ഇഷ്ടപ്പെട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. 1399 പ്രോഡക്റ്റ് 1099 രൂപയ്ക്ക് എല്ലാ കളറും കിട്ടും കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം 1499 രൂപയായിരുന്നു ബ്ലാക്ക് കളറിന്. ബാക്കി എല്ലാത്തിനും വരുന്നത് ബ്ലൂ വൈറ്റിനായിരുന്നു 1099. പക്ഷേ ഇപ്പോഴെന്ന് വെച്ചാൽ എല്ലാ കളേഴ്സിനും ഇപ്പോൾ ബ്ലാക്കിനാണെങ്കിൽ പോലും 1099 ലഭ്യമാകും. കൂടാതെ എയർഡോപ്സ് 191G അവരുടെ ആദ്യത്തെ ഒരു ഗെയിമിംഗ് ഇയർബഡ് എന്നുള്ള രീതിക്ക് ഒരു കോൺസെപ്റ്റിൽ ഇറക്കിയ ഒരു പ്രോഡക്റ്റ് ആണ്. 1699 നോർമൽ റേറ്റ് 1498 രൂപയ്ക്ക് നമുക്കിപ്പോൾ ലഭ്യമാകും. കൂടാതെ എയർഡോപ്സ് 115 1299 പ്രോഡക്റ്റ് ആ ഒരു റേറ്റ് തന്നെയാണ്. കൂടാതെ എയർഡോപ്സ് 172 ഭയങ്കര വലിയ റേറ്റിംഗ് ഒന്നും ഇല്ല കേട്ടോ ഈ ഒരു 172ന്. ആമസോണിലും ഇപ്പോൾ അവൈലബിൾ ആണ് ഈ ഒരു 172. 1599 പ്രോഡക്റ്റ് കഴിഞ്ഞ പ്രാവശ്യം ഓഫറിൽ 1399 വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന് വീണ്ടും അതങ്ങോട്ട് 1599 മാറിയിട്ടുണ്ട്. കൂടാതെ ആറ്റം 83 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവരുടെ ഒരു ഇൻ ഇയർ ഇയർബഡ് ആണ്. ഓൾറെഡി നമ്മുടെ ചാനലിൽ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. 1499 രൂപയാണ് നോർമൽ റേറ്റ്. 1499 രൂപയാണ് ഇപ്പോഴും അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ വാങ്ങിച്ചത് 1299 രൂപയ്ക്കാണ്. ഇനി റിയൽമിയിലേക്ക് വരുവാണെങ്കിൽ ബഡ്സ് Q2 നിയോ 1399 പ്രോഡക്റ്റ് ആ റേറ്റ് ആണ്. കൂടാതെ ബഡ്സ് Q2 1999 പ്രോഡക്റ്റ് റേറ്റ് കൂടിയിട്ടുണ്ട് 2499. സെയിം ആണ് കേട്ടോ. ഇനി ഞാൻ പറയുന്ന റേറ്റ് ഉള്ളത് അതായത് കഴിഞ്ഞ ഓഫർ പോലെ ബഡ്സ് എയർ 2 3299 പ്രോഡക്റ്റ് ആ റേറ്റ് ആണ്. ബഡ്സ് എയർ 3 3999 പ്രോഡക്റ്റ് സെയിം റേറ്റ് ആണ്. കൂടാതെ ബഡ്സ് Q2S 1999 പ്രോഡക്റ്റ് സെയിം റേറ്റ് ആണ്. എന്നാൽ ബഡ്സ് എയർ 3 നിയോ 1999 പ്രോഡക്റ്റ് നമുക്കിപ്പോൾ 1799 രൂപയ്ക്ക് ലഭ്യമാകുന്നു. ഇനി ബഡ്സ് എയർ 3S നോക്കുവാണെങ്കിലും 1299 പ്രോഡക്റ്റ് ആ റേറ്റ് തന്നെയാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് റിയൽമിയിൽ ആകെ ഒരൊറ്റ എണ്ണത്തിന് മാത്രമേ റേറ്റ് കുറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ ബഡ്സ് എയർ 3 നിയോ അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് ആണ്. അതിലൊന്നും വേറൊരു സംശയമില്ല. ഓൾറെഡി നമ്മുടെ ചാനലിൽ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ബേസ് ഡോമിനേറ്റഡ് ഭയങ്കരമായിട്ട് ബേസ് ഡോമിനേറ്റഡ് അല്ല. എന്നാൽ നിങ്ങൾക്ക് റിയൽമി ലിങ്ക് ആപ്പിൽ പോയിട്ട് ആ ഒരു ബേസ് ബൂസ്റ്റ് പ്ലസ് ഒക്കെ ഓൺ ആക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഡോമിനേറ്റഡ് ആയിട്ട് ബേസും ഒക്കെ കിട്ടും. ബിൽഡ് ക്വാളിറ്റി നല്ല രസമാണ്. അതിലും കേട്ടോ ഒരു 2500-3000 രൂപയുടെ ക്വാളിറ്റി ഉണ്ട് ബിൽഡ് ക്വാളിറ്റി വൈസ് ഒക്കെ. ഇനി റിയൽമി ടെക് ലൈഫിലേക്ക് വരുവാണെങ്കിൽ ഒരൊറ്റ പ്രോഡക്റ്റ് വന്നിട്ടുള്ളൂ ബഡ്സ് T100 1699 നോർമൽ റേറ്റുകളിൽ കാണുന്നത്. പക്ഷേ ഈ ഒരു ബിഗ് സേവിംഗ് ഡേയ്സിന് മുന്നേ തന്നെ 1499 മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും 1499 തന്നെ. ഇത് പിന്നെ പൊതുവെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ആമസോണിൽ ഏതൊരു സമയത്ത് നോക്കിയാലും 1499 രൂപ തന്നെയാണ്. ഇനി
ഡിസോയിലേക്ക് വരുവാണെങ്കിൽ ഡിസോയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. കാരണം കുറേ നാളുകൊണ്ട് നമുക്ക് ഒരു ലാഭവും ഇല്ലാത്ത രീതിക്കാണ് അവരിപ്പോൾ, അതായത് വേണമെങ്കിൽ നിങ്ങൾ മേടിച്ചാൽ മതി എന്നുള്ളൊരു സംഭവത്തിലാണ് കൊണ്ടുപോകുന്നത്. കുറേ നാളായിട്ട് പുതിയ പ്രോഡക്റ്റുകൾ ഇറക്കിയിട്ട് ഈ ഇടയ്ക്കാണ് റീസെൻ്റ് ആയിട്ട് ബഡ്സ് Z പവർ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഇറക്കിയത്. അതിൻ്റെ അൺബോക്സിംഗ് ആൻഡ് ഓവർവ്യൂ നമ്മുടെ ചാനലിൽ ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ അത് നടന്നില്ല. എന്തായാലും ബഡ്സ് Pയിലേക്ക് വരുവാണെങ്കിൽ അവരുടെ ഒരു ഹാഫ് ഇയർ പ്രോഡക്റ്റാണ്. വൈറ്റിന് 1299, ബ്ലൂവിന് 1299, എന്നാൽ ബ്ലാക്കിന് നമുക്കിപ്പോൾ 1199 രൂപ കിട്ടുന്നു. കൂടാതെ ബഡ്സ് Z എന്ന് പറഞ്ഞത് 1899 പ്രോഡക്റ്റ്, അത് തന്നെയാണ് റേറ്റ്. ബഡ്സ് Z Pro 2599 പ്രോഡക്റ്റ് 2699 ആയിട്ടുണ്ട്, അതായത് 100 രൂപ കൂടിയിട്ടുണ്ട്. ഗോപോർട്സ് D 1599 രൂപയായിരുന്നു ബ്ലാക്കിന് കഴിഞ്ഞ പ്രാവശ്യം, പക്ഷേ ഇപ്പോൾ അത് വില കുറഞ്ഞിട്ടുണ്ട്, 1299 മാറിയിട്ടുണ്ട്. വൈറ്റിന് 1299. പൊതുവേ ഇപ്പോൾ ബ്ലാക്കിന് വില അങ്ങനെ കുറയാറില്ല, എന്നാൽ വൈറ്റിന് 999 വരുന്നതാണ്. പക്ഷേ ഇവിടെയും അതങ്ങോട്ട് കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടുള്ളൂ. പക്ഷേ ഇത് ഗോപോർട്സ് D ഒക്കെ വെച്ചാൽ എൻ്റെ ഒരു അത്യാവശ്യം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് കാലഘട്ടം മാറിയതനുസരിച്ചിട്ട് എന്താ പറയുക, പണ്ട് മൈക്രോ USB ഉള്ളപ്പോൾ ഇറങ്ങിയ സാധനമാണ് അത്. പക്ഷേ ഇപ്പോൾ ഒരു ടൈപ്പ് C ഒക്കെ ആക്കിയിട്ട് ഇതുപോലെ 1299 അല്ലെങ്കിൽ 1599 കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾ വാങ്ങിക്കാൻ ചാൻസ് ഉണ്ട്. 1599 വാങ്ങിച്ചില്ലെങ്കിലും 1299 വാങ്ങിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഗോപോർട്സ് നിയോയിലേക്ക് വരുവാണെങ്കിൽ 2499 ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം, എന്നാൽ ഇപ്പോൾ അത് 1799 മാറിയിട്ടുണ്ട്. 1799 കഴിഞ്ഞ പ്രാവശ്യം കേട്ടോ, 2499 ബിഗ് സേവിംഗ് ഡേയ്സിന് ശേഷം. ഇനി ഗോപോർട്സിലേക്ക് വരുവാണെങ്കിൽ 2999 പ്രോഡക്റ്റ് കഴിഞ്ഞ പ്രാവശ്യം 3199 ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 2999 മാറിയിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ ഒരു ബഡ്സ് Z പവർ 2499, 1999 സ്പെഷ്യൽ ലോഞ്ച് ഓഫറിലാണ് ആ ഒരു പ്രോഡക്റ്റ് ആദ്യം ഇറക്കിയത്. എന്നാൽ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ വില 2499 പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് നേരത്തിന് ശേഷം അത് വീണ്ടും അങ്ങോട്ട് 1999 മാറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യം എന്താണെന്ന് അറിയത്തില്ല, ആ ഒരു റേറ്റ് തന്നെയാണ് നമുക്ക് ഇപ്പോഴും അവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി ബോൾട്ട് ഓഡിയോയിലേക്ക് വരുവാണെങ്കിൽ എയർബേസ് Y1 അത്യാവശ്യം നല്ല രീതിക്ക് ഇവിടെ ഈ ഒരു ബോൾട്ട് ഓഡിയോയിൽ വില കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. Y1ന് 1199 പ്രോഡക്റ്റ് 999 രൂപയ്ക്കും, ഗിയർ പോർട്സ് 1099, അതായിരുന്നു 1299 കഴിഞ്ഞ പ്രാവശ്യത്തെ ഓഫറിൽ, എന്നാൽ ഇപ്പോൾ അത് 999 രൂപയ്ക്ക് ലഭ്യമാകുന്നു. കൂടാതെ എക്സ്പോർട്സ് 999 പ്രോഡക്റ്റ് 899 രൂപയ്ക്കും, എക്സ്പോർട്സ് Pro 1299 ആയിരുന്നത് 1099 രൂപയ്ക്കും, മാവറിക് 1799 ആയിരുന്നത് 1695 സെയിം കഴിഞ്ഞ ഓഫറിൽ ഇത് തന്നെയായിരുന്നേ. ഒമേഗ 1999 പ്രോഡക്റ്റ് എന്താ പറയുക, ഇപ്പോൾ അത് 1799 മാറിയിട്ടുണ്ട്. കൂടാതെ Z35 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്, 1299 പ്രോഡക്റ്റ് ആ സെയിം റേറ്റിനാണ്. കൂടാതെ X50 1499 പ്രോഡക്റ്റ് 1199 രൂപയ്ക്കും ലഭ്യമാകുന്നു. ബോൾട്ടിൽ പിന്നെ ഗിയർ പോർട്സ്, എക്സ്പോർട്സ് Pro ഒക്കെ നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട്, ബാക്കിയൊന്നും തന്നെ അൺബോക്സ് ചെയ്തിട്ടില്ല, പുതിയ പ്രോഡക്റ്റുകളാണ്. ബോൾട്ടിൽ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡ് ക്വാളിറ്റിയിൽ ചെറിയ പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ അടിച്ചു പോകാനായിട്ട് ചാൻസസ് വളരെ കൂടുതലായിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഈ ഒരു ബോൾട്ടോടുള്ളത്. പക്ഷേ ഇപ്പോൾ സർവീസ് അത്യാവശ്യം നല്ലതാണ് കേട്ടോ. പണ്ട് സർവീസ് വളരെ മോശമായിരുന്നു, അവർ റെസ്പോണ്ട് ഒന്നും ചെയ്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സർവീസ് ഉണ്ട്. സോ ഫ്രീ പിക്കപ്പും അതുപോലെ തന്നെ ഫ്രീ ഡെലിവറിയൊക്കെയാണ്, ഡോർ ടു ഡോർ ഡെലിവറിയാണ് ഇവരുടെ സാധനം എന്ന് പറയുന്നത്. സോ സർവീസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ബേസ് കുറച്ച് ഡോമിനേറ്റഡ് ആണ് ഈ ഒരു ബോൾട്ട് ഓഡിയോയുടെ ഏതൊരു പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിച്ചാലും. സോ ബേസ് ലവേഴ്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും ബോട്ടിനേക്കാളും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഈ ഒരു ബോൾട്ട് ഓഡിയോ ആയിരിക്കും കേട്ടോ. ഇനി മിവിയിലേക്ക് വരുവാണെങ്കിൽ മിവിയുടെ സത്യം പറഞ്ഞാൽ മ്യൂസിക് ക്വാളിറ്റി എല്ലാം തന്നെ ആവറേജ് ആണ്, കൂടുതൽ ഭയങ്കര സംഭവം നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ വില കൂടിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ, അല്ല കുറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. ഡിയോപോർട്സ് F30ലേക്ക് വരുവാണെങ്കിൽ 999 പ്രോഡക്റ്റ് ആ സെയിം റേറ്റ് ആണ്. F40 ഹാഫ് ഇൻ ഇയർ ആണ്, F50 ഹാഫ് ഇൻ ഇയർ ആണ്, സെയിം റേറ്റുകളിലാണ്, അതായത് 999 ഇപ്പോഴും കിട്ടുന്നത്. കൂടാതെ F60ലേക്ക് വരുവാണെങ്കിൽ 1099 രൂപയായിരുന്നു കഴിഞ്ഞ ഓഫറിൽ കേട്ടോ, പക്ഷേ ഇപ്പോൾ അത് 1199 മാറിയിട്ടുണ്ട്. കൂടാതെ F70 1199 പ്രോഡക്റ്റ് 1299 മാറിയിട്ടുണ്ട്. 1299 ബിൽഡ് ക്വാളിറ്റി ഓക്കെയാണ്, പക്ഷേ മ്യൂസിക് ക്വാളിറ്റി മൈ ക്വാളിറ്റി ഒക്കെ ആവറേജ് ആണ്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു 1299 വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല. അതിനേക്കാളും ആവശ്യം പോലെ പ്രോഡക്റ്റുകൾ ഇപ്പോൾ 161 ഒക്കെ ബോട്ടിൻ്റെ എയർഡോപ്സ് 161 ഒക്കെ നല്ലൊരു ഓപ്ഷനാണ്. കൂടാതെ M30 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവരുടെ ഒരു ബഡ് ടൈപ്പ് പ്രോഡക്റ്റാണ്. 999 പ്രോഡക്റ്റ് ഇപ്പോഴും ആ റേറ്റിനാണ് 999. കഴിഞ്ഞ പ്രാവശ്യത്തെ ഓഫറിൽ 899 എന്നാൽ M20ലേക്ക് വരുമ്പോഴത്തേക്ക് 1199 പ്രോഡക്റ്റ് ആ സെയിം റേറ്റ് തന്നെയാണ്. 799 699 സകലം ഞാൻ ഈ ഒരു M20 കണ്ടിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഓൾമോസ്റ്റ് കാലാവധി കഴിയാറായി കാണും. അതുകൊണ്ട് തന്നെ എന്താ പറയുക, പോട്ടെ, അല്ലെങ്കിൽ അതായത് വാങ്ങിക്കുന്നവന്മാർ പെട്ടുപോട്ടെ, അല്ലെങ്കിൽ ആ ഒരു ലാഭം എനിക്ക് കിട്ടട്ടെ എന്നുള്ള രീതിക്കായിരിക്കാം ഈ ഒരു റേറ്റിൽ ഇട്ടേക്കുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. ഇനി നോയ്സിലേക്ക് വരുവാണെങ്കിൽ എയർബഡ്സ് മിനി 999 പ്രോഡക്റ്റ് ആ സെയിം റേറ്റ് ആണ്. ബഡ്സ് VS102 1299 പ്രോഡക്റ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ 899 രൂപയാണ്. ബഡ്സ് VS202 ഹാഫ് ഇൻ ഇയർ ആണ്, 1499 പ്രോഡക്റ്റ് കഴിഞ്ഞ പ്രാവശ്യം പോലെ 1099 രൂപ തന്നെയാണ്. ബഡ്സ് VS102 പ്ലസ് 1599 പ്രോഡക്റ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഒരു 100 രൂപ കുറഞ്ഞിട്ടുണ്ട്, 1198 രൂപയ്ക്ക് ലഭ്യം.
1199 രൂപയ്ക്ക് ലഭ്യമാകുന്നു. കൂടാതെ ബീറ്റ്സ് ഒരു ബഡ് ടൈപ്പാണ് 1199 പ്രോഡക്റ്റ് ഇപ്പോൾ നമുക്കത് 1198 രൂപയ്ക്ക് ₹1 കുറഞ്ഞിട്ട് ലഭ്യമാകുന്നു. കൂടാതെ എയർബഡ്സ് 2 ഹാഫ് ഇൻ ഇയർ ആണ് 1899 പ്രോഡക്റ്റ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ₹100 കുറച്ചിട്ട് 1799 വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 1699 ഒരു ₹100 കൂടി കുറച്ചിട്ടുണ്ട്. ഇനി ഓപ്പോയിലേക്ക് വരുവാണെങ്കിൽ എൻകോ ബഡ്സ് 1799 പ്രോഡക്റ്റ് 1599. കുറേ നാളായിട്ട് ഇപ്പോൾ ഇത് തന്നെയാണ് കാണുന്നത്, ഈ ഒരു 1599. ചില സമയങ്ങളിൽ 1499 പോകാൻ ചാൻസ് ഉണ്ട്. ഇനി എൻകോ ബഡ്സ് 2 1699 രൂപയുടെ പ്രോഡക്റ്റ് ആയിരുന്നു, പെട്ടെന്ന് അങ്ങോട്ട് 2199 മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്കത് 1999 കിട്ടും. എൻകോ എയർ 2 2499 പ്രോഡക്റ്റ് 2299 ലഭ്യമാകുന്നു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ 1999 കണ്ടുള്ളതാണ്. ഈ ഒരു എൻകോ ബഡ്സ് 2 സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഇയർബഡുകളെ കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല. അതായത് അങ്ങനെ റേറ്റുകളൊന്നും കൂടുതൽ നോക്കാത്ത ഒരാളാണെങ്കിൽ 2199 പൊതുവെ കണ്ടുവരുന്നത്. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് 1999 ലാഭം ₹200 കുറഞ്ഞിട്ടുണ്ടെന്ന രീതിക്ക് വാങ്ങിക്കും. പക്ഷേ അതിൻ്റെ ഫാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വില 1699 ഉള്ളായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും രൂപയ്ക്ക് കൊടുത്ത് നമ്മൾ വാങ്ങിക്കേണ്ട ഒരു സംഭവം ഇല്ല ഓപ്പോ എൻകോ ബഡ്സ് 2. ഇനി ഡിഫൈയിലേക്ക് വരുവാണെങ്കിൽ ഡിഫൈയുടെ കാര്യം പറയുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഓഫറിനേക്കാളും വില അങ്ങോട്ട് കൂട്ടിയിട്ടുണ്ട്. ഡിഫൈക്ക് ഇപ്പോൾ നല്ല ഡിമാൻഡായി വരുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. പക്ഷേ ബിൽ ക്വാളിറ്റി കുറച്ചുകൂടി ബെറ്റർ ആക്കേണ്ടിയിരിക്കുന്നു, അത് വേറെ കാര്യം. ഗ്രാവിറ്റി സിയിലേക്ക് വരുവാണെങ്കിലേ 1199 പ്രോഡക്റ്റ് കഴിഞ്ഞ ഓഫറിലും 1199 വന്നതാണ്. പക്ഷേ ഇപ്പോൾ നമുക്കത് 1399 ആണ്. ഈ 1199 എന്ന് പറയുന്ന നോർമൽ റേറ്റ് എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മുടെ ബിഗ് സേവിങ് ഡേയ്സിന് ശേഷം ബിഗ് ബില്യൺ ഡേയ്സിന് ശേഷമുള്ള ഒരു റേറ്റ് ആയിരുന്നേ. പക്ഷേ അതും 1399 പോയിട്ടുണ്ടായിരുന്നു. പിന്നെ 2 ദിവസം മുന്നേ ഈ ഒരു ബിഗ് സേവിങ് ഡേയ്സ് നടക്കുന്നത് 2 ദിവസം മുന്നേ വരെ 1405 രൂപയായിരുന്നു. ഇപ്പോൾ ₹6 കുറച്ചിട്ട് 1399 വീണ്ടും അവരുടെ നോർമൽ റേറ്റിലേക്ക് വന്നിട്ടുണ്ട്. കൂടാതെ ഗ്രാവിറ്റി ടർബോയിലേക്ക് വരുവാണെങ്കിൽ 1299 പ്രോഡക്റ്റ് ആ ഒരു റേറ്റ് 1299 രൂപയ്ക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം അത് 1099, അതായത് 1100 രൂപയ്ക്ക് നമുക്ക് ലഭ്യമായി എന്നുള്ളതാണ്. ഗ്രാവിറ്റി സിയും ഗ്രാവിറ്റി ടർബോയും സെയിം ആണ്, ഓൾമോസ്റ്റ് ലൈക്ക് നമ്മുടെ മൈക്ക് ക്വാളിറ്റി ആയാലും മ്യൂസിക് ക്വാളിറ്റി ആയാലും. ആകെയുള്ള വ്യത്യാസം വെച്ചാൽ ഡിസൈൻ്റെ കാര്യത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗെയിമിംഗ് ആംബിയൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ടർബോയിലേക്ക് പോകാം. ഗ്രാവിറ്റി സി എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ടൈപ്പ് അല്ല, നോർമൽ ഒരു എന്താ പറയുക, ഈ ഒരു ഡിഫോൾട്ട് ടൈപ്പ് ഉണ്ടല്ലോ, ആ ഒരു സംഭവമാണ്. മാത്രമേ ഉള്ളൂ വ്യത്യാസം കേട്ടോ. ഇനി OnePlus വരുവാണെങ്കിൽ നോട്ട് ബഡ്സ് സി ഒരു ഹാഫ് ഇൻ ഇയർ TWS ആണ്, 1899 രൂപയാണ് നോർമൽ റേറ്റ്. ഇപ്പോഴും ആ ഒരു റേറ്റ് തന്നെയാണ്. പക്ഷേ 2499 നോർമൽ റേറ്റ്. എന്നാൽ കുറേ നാളായിട്ട് ഇപ്പോൾ 1899 രൂപയ്ക്കാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു എൻകോ എയർ 2 ഉണ്ടല്ലോ 2499 കിട്ടുന്നത്, ആ സെയിം സാധനമാണ് കേട്ടോ ഈ ഒരു നോട്ട് ബഡ്സ് സി എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി 2 പ്രോഡക്റ്റുകൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞാനിപ്പോൾ അങ്ങോട്ട് പറഞ്ഞത്. കൂടാതെ നോട്ട് ബഡ്സ് 2499 പ്രോഡക്റ്റ് 2399 രൂപയ്ക്ക് ലഭ്യമാകുന്നു. ഇനി വിങ്സിലേക്ക് വരുവാണെങ്കിൽ ഫാൻഡം 250 നമ്മുടെ ചാനലിൽ ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഞാനത് റിട്ടേൺ ചെയ്ത സാധനമാണ്. മ്യൂസിക് ക്വാളിറ്റി ഭയങ്കര ഒരു സുഖമില്ലാത്തതുകൊണ്ട് 999 പ്രോഡക്റ്റ് 899 രൂപയ്ക്ക് ലഭ്യമാകുന്നു. ഇപ്പോൾ 550 1499 പ്രോഡക്റ്റ് ഇപ്പോൾ നമുക്കത് 1199 രൂപയ്ക്കും. ഫാൻഡം 200 999 പ്രോഡക്റ്റ് 899 രൂപയ്ക്കും. കൂടാതെ ഫാൻഡം 500 1199 പ്രോഡക്റ്റ് 1099 രൂപയ്ക്ക് ലഭ്യമാകുന്നു. കൂടാതെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇവരുടെ ഒരു പ്രോഡക്റ്റ് ആണ്, ഓൾറെഡി നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഫാൻഡം 850 1499 നോർമൽ റേറ്റ്, എന്നാൽ നമുക്കിപ്പോൾ അത് 1299 ലഭ്യമാകുന്നു. സ്പെഷ്യൽ ലോഞ്ച് ഓഫർ എന്നുള്ള രീതിക്ക് നമുക്കിത് 999 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു 860 എന്ന് പറഞ്ഞിട്ട് 10mm ഡൈനാമിക് ഡ്രൈവേഴ്സ് ഒക്കെ വെച്ചിട്ട് കേസൊക്കെ വ്യത്യാസമുള്ളൊരു സാധനം. അത് 999 സ്പെഷ്യൽ ലോഞ്ചിൽ ഇറങ്ങിയ സാധനം ഇപ്പോഴും അതിൻ്റെ വില 999 തന്നെയാണ് കേട്ടോ. പിന്നെ 850യും 860യും തമ്മിൽ എന്താ പറയുക, മ്യൂസിക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് സാധനം കൈ കിട്ടിക്കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. എന്നാലും 850 അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മ്യൂസിക് ക്വാളിറ്റി തന്നെയാണ്. പക്ഷേ 1299 കുഴപ്പമില്ല. ഗെയിമിംഗ് ആണ് നിങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്നെങ്കിൽ അതർവൈസ് ഉറപ്പായിട്ടും നമ്മുടെ ബോട്ടിൻ്റെ എയർഡോപ്സ് 16 ഒക്കെ അത്യാവശ്യം നല്ല, പിന്നെ എയർഡോപ്സ് 131 Pro അതൊക്കെ അത്യാവശ്യം നല്ല പ്രോഡക്റ്റിലാണ് കേട്ടോ. ഈ ഒരു 1300 റേഞ്ചിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ. കൂടാതെ നമ്മുടെ ഡിഫൈ ഗ്രാവിറ്റി സി, അപ്പോൾ അതൊക്കെ പറയാം. ഇനി ട്രൂക്കിലേക്ക് വരുവാണെങ്കിൽ എയർബഡ്സ് ലൈറ്റ് 899 പ്രോഡക്റ്റ് 999 മാറിയിട്ടുണ്ട്. കൂടാതെ ബഡ്സ് S1 1299 ആ റേറ്റ് തന്നെയാണ്. Q1 1069 പ്രോഡക്റ്റ് 1099 മാറിയിട്ടുണ്ട്. കൂടാതെ F1 899 പ്രോഡക്റ്റ് 799 BTG1 1299 പ്രോഡക്റ്റ് 999 BTG3 1099 ആയിരുന്നു നോർമൽ റേറ്റിൽ വന്നിരിക്കുന്നത്, ഇപ്പോൾ 999 ലഭ്യമാകുന്നു. കൂടാതെ ബഡ്സ് പ്രോ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനൊക്കെ ഉള്ളൊരു പ്രോഡക്റ്റാണ് 1499 പ്രോഡക്റ്റ്, ആ ഒരു സെയിം റേറ്റ് ആണ്. ബഡ്സ് 2 1199 സെയിം റേറ്റ് ആണ്. S2 ലൈറ്റ്
ആ സെയിം 999 രൂപയാണ്. എയർബഡ്സ് സെയിം 1099 രൂപയാണ്. BTG ആൽഫ 1099 പ്രോഡക്റ്റ് 899 ഇപ്പോൾ മാറിയിട്ടുണ്ട്. കൂടാതെ BTG X1 1299 പ്രോഡക്റ്റ് 999 മാറിയിട്ടുണ്ട്. X1 എന്നൊക്കെ പറഞ്ഞാൽ പുതിയ പ്രോഡക്റ്റ് ആണ്. BTG ആൽഫയും X1 ഹാഫ് ഇൻ ഇയർ ആണ് കേട്ടോ. കൂടാതെ BTG ബീറ്റ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. എൻ്റെ കയ്യിൽ ഇവിടെ ഇരിപ്പുണ്ട്. ഇതിൻ്റെ അൺബോക്സിങ് ഞാൻ ഉടനെ തന്നെ ഉണ്ടാവും. എന്തായാലും 999 രൂപയ്ക്ക് ഇറങ്ങിയ പ്രോഡക്റ്റ് ഇപ്പോൾ നമുക്ക് 100 രൂപ കൂടി കുറഞ്ഞിട്ട് 899 രൂപയ്ക്ക് ലഭ്യമാകുന്നു. എന്തായാലും ഈ ഒരു പ്രോഡക്റ്റിൻ്റെ അൺബോക്സിങ് ആൻഡ് ഓവ്യൂ പറ്റുമെങ്കിൽ ഇന്ന് ഇടാം, അല്ലെങ്കിൽ നാളെ ഉണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്തൊരു വീഡിയോ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ബോട്ട് എയർഡോപ്സ് ആറ്റം 83, അതുപോലെ തന്നെ റിയൽമി ടെക് ലൈഫ് ബഡ്സ് T100, കൂടാതെ ഡിഫൈ ഗ്രാവിറ്റി സി, ഈ 3 പ്രോഡക്റ്റുകളുടെയും കമ്പാരിസൺ കുറേ പേര് ഒരു സംശയത്തിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മേ ബി ഈ ഒരു വീഡിയോ, അതായത് നമ്മുടെ ഈ ഒരു ഓഫർ വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വരുന്നത് അതായിരിക്കും. അതുകൊണ്ട് തന്നെ ട്രൂക്കിൻ്റെ BTG ബീറ്റ എന്ന് പറയുന്നത് ചിലപ്പോൾ നാളത്തേക്ക് മാറ്റാനും ചാൻസ് ഉണ്ട്. എന്തായാലും അതൊന്നും പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ ഇന്ന് തന്നെ ഇടാനും ചാൻസ് ഉണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു ബിഗ് സേവിങ് ഡേയ്സിൽ നമുക്ക് വാങ്ങിച്ച വർത്ത് ബൈങ് ആകുന്ന കുറച്ച് ഇയർബഡുകളുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വിശേഷങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഓഫർ റേറ്റുകൾ, ഇത്ര രൂപ ആയിരുന്ന സാധനം ഇത്ര രൂപ ആയിട്ടുണ്ട്. അതായത് 2000 രൂപ ആയിരുന്ന സാധനം ഇപ്പോൾ 1000 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ അത്രയും രൂപ കുറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വാങ്ങിച്ചാൽ കുഴപ്പമില്ല എന്നുള്ളൊരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഓരോ പ്രോഡക്റ്റുകളുടെയും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി, അതൊക്കെ പോയി കണ്ടിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ കമൻ്റ് ആയിട്ട് ഇടുവാണെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതാണ്. സോ അതിനുശേഷം നിങ്ങൾ കൺഫേം ചെയ്തല്ലോ വാങ്ങിക്കണോ വേണ്ടോ എന്നുള്ളത്. പിന്നെ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും വാങ്ങിക്കുക അല്ലെങ്കിൽ വാങ്ങിക്കേണ്ട എന്നുള്ള സംഭവം ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്, അല്ലാണ്ട് ഞാനല്ല. പിന്നെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും, കാരണം ഇത്രയും ഇയർബഡുകൾ ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഡിഫറൻസുകൾ ഞാൻ മനസ്സിലായത് പറയാൻ പറ്റും എന്ന് പറഞ്ഞ് എല്ലാത്തിൻ്റെ എനിക്ക് പറയാൻ അറിയത്തില്ല, അറിയാവുന്നതിൻ്റെയൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണും വരയ്ക്കും. ബൈ.